ലാബ്സ് MH ഒപാത് കെയർ, എറിയാട്, കാര, അസ്മാബി കോളേജ്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മെട്രോപോളിസ് ലാബ് നിങ്ങളുടെ വീടുകളിൽ വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കും. മാടവന തൈത്തറ കുടുംബക്ഷേമ സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. മാടവന തൈത്തറ കുടുംബക്ഷേമ സമിതിയുടെ 14ാം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും കൊടുങ്ങല്ലൂർ SI K സലീം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അജേഷ് തൈത്തറ മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കണം. കാരണം അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മളുടെ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വെറും പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾക്ക് തിരിച്ചറിവ് പ്രധാനമായിട്ടും ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ രൂപേഷ്, നമ്മുടെ രൂപേഷ് മാസ്റ്റർ മകളാണ്, ഏകദേശം 90% മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ TM ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, എൻഡോമെന്റ് വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. TK ഗംഗാധരനെ ആദരിച്ചു. വാർഡ് മെമ്പർ പ്രഥമകുമാർ, TH വിശ്വംഭരൻ, TV രാജേഷ്, TN അജിതൻ, TV രതീഷ് എന്നിവർ സംസാരിച്ചു. സൗമ്യനായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു പട്ടാളക്കാരനായിട്ട് തോന്നി. അപ്പോൾ ആൾക്കാർ എന്നോടും ചോദിക്കാറുണ്ട്, താങ്കളൊരു പട്ടാളക്കാരനാണ്. കാരണം എൻ്റെ പൊണ്ണത്തടിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും പൊണ്ണത്തടിയന്മാരൊക്കെ പട്ടാളക്കാരാവും. പക്ഷേ ഞാൻ പട്ടാളത്തിൽ കയറുന്ന 50 കിലോയിലാണ്. പക്ഷെ അത് റിട്ടയർഡായി വരുമ്പോൾ എനിക്ക് 100 കിലോ ആണ്. അതാണ് പട്ടാളത്തിലെ റേഷൻ്റെ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ ആദരിക്കപ്പെടുന്ന വിദ്യാഭ്യാസത്തിൽ ഒരുപാട് 10ാം ക്ലാസ്സും ഒക്കെ പാസ്സായ എല്ലാവർക്കും ആദ്യമായിട്ട് ആശംസകൾ അർപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു മത്സര ഗൗരവത്തോടുകൂടിയാണ് എല്ലാവരും കാണുന്നത്. നമ്മൾ ഈ ചെറിയൊരു അനുഭവം എന്താ വെച്ചാൽ, ഒരു കുട്ടിക്ക് ഒരു 96 മാർക്കാണ് +2 +1 കിട്ടിയത്. ആ കുട്ടി ഭയങ്കര ശോകമായിട്ട് ഒക്കെ നടക്കുക. പിന്നെ ഞാൻ നോക്കുമ്പോൾ